IPL രണ്ടാം മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ വിജയം. 6 വിക്കറ്റിനാണ് കൊൽക്കത്തയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺ നേടി. കൊൽക്കത്തയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ 40 ബോളിൽ 5 സിക്സിന്റെയും 3 ബൗണ്ടറിയുടെയും മികവിൽ 67 റൺ നേടി. ഓപ്പണർ ഫിൻ ആലൻ 17 ബോളിൽ 37 റണ്ണും അൻഗ്രീഷ് രഘുവംശി 29 ബോളിൽ 51 റണ്ണും റിങ്കു സിംഗ് 21 ബോളിൽ 31 റണ്ണും നേടി. മുംബൈക്ക് വേണ്ടി ഷർദുൽ താക്കൂർ 3 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റും കരസ്ഥമാക്കി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് വിജയം കരസ്ഥമാക്കുകയായിരുന്നു. ഓപ്പണർമാരായ റിയാൻ റിക്കൽട്ടൺ 43 ബോളിൽ 81 റണ്ണും രോഹിത് ശർമ്മയുടെ 38 ബോളിൽ 78 റണ്ണുമാണ് മുംബൈ ഇന്ത്യൻസിന് വിജയം എളുപ്പമാക്കിയത്. കൊൽക്കത്തയ്ക്ക് വേണ്ടി വൈഭവ് അരോര, കാർത്തിക് ത്യാഗി, സുനിൽ നാരായൺ എന്നിവർ ഓരോ വിക്കറ്റും നേടി. മുംബൈ ഇന്ത്യൻസിന്റെ ഷർദുൽ താക്കൂറാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. IPL ചരിത്രത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരം വിജയം കരസ്ഥമാക്കുന്നത്.